ടോമിനോട് ഒരിക്കലും ക്ഷമിക്കില്ല. ടിനി ടോമിനെതിരായ പരാതി ഒരു കാരണവശാലും പിൻവലിക്കില്ലെന്ന് നടിയും താരസംഘടന അമ്മ മുൻ ജോയിന്റ് സെക്രട്ടറിയുമായ അൻസിബ ഹസൻ. പോലീസ് കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കും. സർക്കാർ തനിക്കൊപ്പം നിൽക്കുമെന്നാണ് വിശ്വാസമെന്നും നടി പറഞ്ഞു. ടിനി ടോമിനെതിരായ പരാതിയിൽ മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അവർ. താൻ സത്യത്തിന്റെ കൂടെയാണ് നിൽക്കുന്നതെന്നും നടി പറഞ്ഞു. മതസ്പർദ്ധ ഉണ്ടാക്കിയെന്നൊക്കെ എന്നെക്കുറിച്ച് പറയുന്നത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. എൻ്റെ വീട്ടിലുള്ളവരുമായിട്ട് പോലും അവിഹിതമുണ്ടെന്ന് വരെ പറഞ്ഞു. ആ പറഞ്ഞതൊക്കെ ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കണം എന്ന് പറയുന്നത്? അത് എനിക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ഒരിക്കലും ക്ഷമിക്കുകയുമില്ല, മറക്കുകയുമില്ല. ഒരാളോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ സത്യത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ടിനി ടോമിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടായേക്കാം. രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളായിരിക്കാം. എന്തു തന്നെ ഉണ്ടെങ്കിലും ഇന്നത്തെ കേരള സർക്കാർ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് മന്ത്രിമാരുടെ കൂടെയും നിന്ന് അദ്ദേഹം ഫോട്ടോ എടുക്കുന്നത് കാണുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ഒരു ഭയപ്പാടുണ്ട്. ഒരിക്കലും തെറ്റിൻ്റെ കൂടെ ഗവൺമെൻറ് നിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ന്യായത്തിൻ്റെ കൂടെയേ നിൽക്കുകയുള്ളൂ. അമ്മ സംഘടനയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ എനിക്കെതിരെ ടിനി ടോം ഡബിൾ ഡാഡി സിൻഡ്രോം എന്നയച്ച മെസ്സേജ് ഉണ്ട്. താങ്കളുടെ സംസ്കാരമാണ് ഇവിടെ കാണിക്കുന്നത്. ഇങ്ങനെ പറയാൻ പാടില്ല. അത് അൺപാർലമെൻ്ററി ആണെന്ന് ഞാൻ അദ്ദേഹത്തിന് മറുപടി ഇട്ടപ്പോൾ അദ്ദേഹം എന്നോട് മറുപടിയായി പറഞ്ഞത് ഇത് പാർലമെൻറ്റിൽ പോലും ഉപയോഗിക്കുന്ന വാക്കാണ്, തെറ്റായ വാക്കല്ല എന്നാണ്. ഡബിൾ ഡാഡി സിൻഡ്രത്തിന് എനിക്കറിയാവുന്ന ഒരർത്ഥമേ ഉള്ളൂ. അതിന് നല്ലൊരർത്ഥമുണ്ടെന്ന കാര്യം എനിക്കറിയില്ല. 17 പേരുള്ള ഇസി ഗ്രൂപ്പിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്കിട്ടത്. അതുപോലും ചോദ്യം ചെയ്യാൻ ആ ഗ്രൂപ്പിൽ ആരും ഉണ്ടായില്ല. പൊതുസമൂഹത്തിൽ വന്ന് എനിക്ക് പറയേണ്ടി വന്ന അവസ്ഥയാണ്. മാധ്യമങ്ങളുടെ സമ്മർദ്ദം കാരണമാണ് ഒരു സമിതി രൂപീകരിക്കാമെന്ന് അമ്മയിൽ നിന്ന് മെയിൽ വരുന്നത്. പിന്നീട് എനിക്കൊരു മെയിൽ വന്നിട്ടില്ല. ഇന്ന ആളുകളാണ് ആ സമിതിയിലുള്ളതെന്ന് ചാനലുകളിലൂടെയാണ് ഞാൻ അറിയുന്നത്. ഔദ്യോഗികമായി സമിതിയിലുള്ളത് ആരാണെന്ന് എനിക്കൊരു വിവരവും കിട്ടിയിട്ടില്ല. ഞാൻ ആരോപണം ഉയർത്തിയതിൽ പ്രസിഡന്റ് ഉൾപ്പെടെ ആരോപണ വിധേയമാണ്. അങ്ങനെ ഇരിക്കെ പ്രസിഡന്റിന് അങ്ങനെ ഒരു കമ്മിറ്റിയിലിരിക്കാൻ യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പോകില്ല. ഇതിനു മുമ്പ് ഞാൻ പരാതി പറഞ്ഞപ്പോൾ അമ്മയിൽ ഒന്നും ചെയ്യാനാകില്ല എന്ന് പറഞ്ഞ പ്രസിഡന്റാണ്. അങ്ങനെയുള്ള പ്രസിഡന്റിനരികെ വീണ്ടും ഞാൻ എന്തിനു പരാതിയുമായി പോകണം? അൻസിബ പറഞ്ഞു.